सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्वितम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्वितम् उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज നന്ദേട്ടാ ഓഫീസിൽ പോകുന്നില്ലേ? ഓ ഇന്ന് ഓഫീസിൽ പോണോ? പല്ല് വെച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ശരി ശാരദ. അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. എല്ലാ ആണുങ്ങൾക്കും ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച പോവാൻ ഭയങ്കര മടിയാ. ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ പ്രാതലെടുക്കാം. ഓ ശരി. ശാരദേച്ചി, ശാരദേച്ചി. ആരാ അത്? ചേച്ചി ഒരു ഗ്ലാസ് വെള്ളെടുക്ക്, എന്തൊരു ചൂടാ. ആ ഇതാര്? പരമോ? നിനക്ക് ഈ വഴിയൊക്കെ അറിയാമോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? തെങ്ങില് തേങ്ങയൊന്നുമില്ലല്ലോ. എങ്ങനെ തേങ്ങ ഉണ്ടാവാനാ? 3-4 മാസമായില്ലേ തെങ്ങ് കയറിയിട്ട്, മൊത്തം കൊഴിഞ്ഞു പോയി. പരമോ കേറിയിരിക്കെ, ഞാൻ ദേ വരുന്നു. മീനേ മീനേ നല്ല പടക്കണ മീനേ. പണ്ടാരത്തുള്ള വരുന്നുണ്ട്, വായിലുള്ളതൊക്കെ കേൾക്കും. ഊയ്, മീനേ മീനേ. ആ പരമോ, നിന്നെ ഞാൻ കണ്ടു. ഇങ്ങോട്ട് വാ വാ. അയ്യടാ, ഔ. തേങ്ങാടാൻ വിളിച്ചിട്ട് നീ എന്താ വരാഞ്ഞേ? നാളെ വരാം ഇന്ന് വരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ. ഒളിച്ചു നടക്കുകയായിരുന്നോ? ഞാനെന്താ തരുന്നത്, പുളുങ്കുരുവാണോ? ചേച്ചി കിടപ്പിലായിരുന്നു, മുട്ടിന് ഭയങ്കര വേദന. ഇന്നാണ് ഇപ്പൊ തെങ്ങ് കയറാൻ ഇറങ്ങിയത്. എന്തിനു പണിക്ക് പോണം നിനക്ക്? സർക്കാർ വക വീട്, അച്ഛന് പെൻഷൻ അമ്മയ്ക്ക് പെൻഷൻ, പിന്നെ എന്തിനാണ് നീ തെങ്ങ് കയറാൻ നടക്കുന്നേ? ഇതാ പരമോ വെള്ളം. ഔ, എന്തൊരു ചൂടാ. ഔ. എന്താണ് ചേച്ചി, മക്കൾക്കൊക്കെ സുഖല്ലേ? എന്താണ് വിശേഷങ്ങളൊക്കെ? ആ സുഖാണ് വരുമോ. ശാരദേച്ചി, ശാരദ മോളെ 1 കിലോ മീൻ എടുക്കട്ടെ, നല്ല മത്തിയാ. പാത്തൂന് 1 കിലോ എടുക്കട്ടെ. ഇപ്പൊ വേണ്ട ചേച്ചി, പിന്നെ മതി. ആ. ചേച്ചി ഒരു 5-6 കിലോ എനിക്ക് എടുത്തേക്ക്, ചീഞ്ഞു പോകണ്ട. എന്തിനാടാ നിനക്ക് 5-6 കിലോ മീൻ? എന്റെ വീട്ടിലെ തെങ്ങിനിടാനാ. തെണ്ടി, എന്റെ പൊന്നുമല കൊടുത്ത മീൻ മേടിച്ച് തെങ്ങിനിടാനോ? കടന്നു പടാ എന്റെ മുന്നിൽ. ഇതാ പാത്തു പാല്. ഞാൻ ഇറങ്ങു ചേച്ചി. പാത്തൂന് മീൻ വേണ്ടല്ലേ? നാളെ വാങ്ങിച്ചോളാം. ശാരദ എന്നാ നല്ല മത്തിയാ. ശരി ചേച്ചി. മോളെ ശാരദേ, എന്റെ മരുന്ന് എവിടെ വെച്ചിരിക്കുന്നേ? എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഇവക്ക് ചെവിയും കേട്ടൂടെ? ഞാൻ പശുവിന്റെ അടുത്താ, മരുന്ന് മേശപ്പുറത്തുണ്ട്. പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, അപ്പുറത്തു കൂടെ വാ. മോളെ ഏതാ? മനസ്സിലായില്ലല്ലോ. ഞാൻ അപ്പുറത്തെ വീട്ടിലെ അമ്മേ. പോയിട്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നു, ഞാൻ പിന്നെ വരാം. ശരി മോളെ. ആ സൂക്ഷിച്ച് പോണേ. ശരി അമ്മേ. ശാരദേ, ആ നന്ദേട്ട ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് എത്തിയോ? ഭക്ഷണം എടുത്തു വെക്കട്ടെ? ഭക്ഷണമൊക്കെ പിന്നെ എടുക്കാം. അതെന്താ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ഈ കൊല്ലത്തെ ഓണം ബമ്പർ ഞങ്ങൾ എടുത്തു. 25 കോടിയും ബെൻസ് കാറുമാണ് സമ്മാനം. സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത നിങ്ങൾ എങ്ങനെ ഈ ബെൻസ് കാർ ഓടിക്കും? ശാരദേ, പിന്നെ എങ്ങനെ? പൈസ ഇല്ല, നിങ്ങൾ എങ്ങനെ ഈ ടിക്കറ്റ് എടുത്തു? അതിന് ഞാൻ ഒറ്റയ്ക്കല്ല, പിന്നെ ഞാനും
ഓഫീസിലെ 3 കൂട്ടുകാരും കൂടെ ചേർന്നെടുത്തതാണ്. ഓ, ശമ്പളം കിട്ടുമ്പോ എന്റെ വിഹിതം കൊടുത്താൽ മതി. ഇത് നീ സുരക്ഷിതമായി എടുത്തു വെക്കണം. ചേട്ടൻ ഇത് അവരോട് സൂക്ഷിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അതിന് അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നെയാ. അതെയോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അവര് പറഞ്ഞതാണ്. ആ, ശാരദേ, നറുക്കെടുപ്പിന് ഇനി 2 ആഴ്ചയെ സമയമുള്ളൂ. സുരക്ഷിതമായി എടുത്തു വെക്കണേ. ആ, ശരി ഏട്ടാ. ശാരദേ, ആഹാ, നന്ദേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഓഫീസിന്റെ കാര്യത്തിന് വേണ്ടി ബോംബെ പോണം. ഞാന് ഒരു 10-15 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ. മോൻ വരുമ്പോ അമ്മയ്ക്ക് മരുന്നും കൂടി മേടിച്ചോണ്ട് വരണേ. ഇപ്പോഴല്ലേ മരുന്ന് മേടിച്ചത്. ശാരദയോട് പറ, ഞാൻ പോകും. ഗുഡ് മോർണിംഗ്. ആടാ, ഹായ്, ഗുഡ് മോർണിംഗ്. എടാ, ഇന്നലെ 10-ാം തീയതി, ഇന്നലെ നമ്മുടെ ലോട്ടറിയുടെ നറുക്കെടുപ്പ്. ഇന്ന 10-ാം തീയതി, ഇന്നാണ് നമ്മുടെ ലോട്ടറി നറുക്കെടുപ്പ്. ടിക്കറ്റ് കോപ്പി നിന്റെ മൊബൈലില്ലേ? ടിക്കറ്റിന്റെ ഫോട്ടോ എൻ്റെ കാണണം പറഞ്ഞ പോലെ. എടാ, നീ ഓൺലൈൻ നമ്മുടെ റിസൾട്ട് ഒന്ന് നോക്കി. ഏത് റിസൾട്ട്? നമ്മുടെ ടിക്കറ്റിന്റെ. പറയടാ. എടുത്താ പറയട്ടെ. TD0767. എന്താടാ? പറയടാ, പറയേ. 767. അടിച്ചടാ, ലോട്ടറി അടിച്ചടാ. നമുക്ക് ഞാൻ ഒന്നും കൂടി check ചെയ്യട്ടെ. നോക്കട്ടെ. തന്നെയാടാ. ഞാൻ നന്ദന വിളിക്കാം. വിളിക്ക്. അടിച്ചു മോനെ. എടുക്കണില്ല അവൻ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഹലോ നന്ദ, നീ എവിടെ പോയി കിടക്കുക? അളിയാ, ഫോൺ കിട്ടിയാ? നിനക്കറിഞ്ഞൂടെ? സിയോ പറഞ്ഞിട്ട് ഞാൻ ബോംബെ പോയിരിക്കുക. നീ അത് നമ്മുടെ ലോട്ടറി സമ്മാനം. ഓ മൈ ഗോഡ്, 1-ാം സമ്മാനം അടിച്ചോ? ഓ, ഞാൻ നാളെ തിരിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഓക്കെ. ശാരദ ഒന്ന് വിളിക്കട്ടെ. ശാരദ, നീ എവിടെയാ? ആ, ഹലോ നന്ദേട്ടാ. ആ, ഓണം മെമ്പർ നമുക്കടിച്ചു. 25 കോടിയാ സമ്മാനം. നീ ആ ടിക്കറ്റ് ഒന്ന് എടുത്തു വെച്ചേ. നാളെ രാവിലെ ഞാനങ്ങ് എത്തും. ശരി ഏട്ടാ. എനിക്ക് വയ്യ. എവിടെയാ വെച്ചെന്ന് ഓർക്കുന്നില്ലല്ലോ ദൈവമേ. നാശം. കാണുന്നില്ലല്ലോ. ഞാൻ നന്ദേട്ടനോട് എന്ത് പറയും? ഇവിടെ എങ്ങും ഇല്ലല്ലോ. കുട്ടികളെങ്ങാണോ എടുത്ത് കളഞ്ഞു. ഞാനിവിടെ വെച്ചതായിരുന്നല്ലോ. എന്താ ചെയ്യേനി? ഞാൻ എവിടെ നോക്കും? ദൈവമേ, ഞാൻ എന്താ ചെയ്യുക? ഇവിടെ അങ്ങ് കാണുന്നുമില്ലല്ലോ. ഹായ് അമ്മേ. മക്കളെ, ഹായ്. ഇന്ന്
പോയില്ലേ? നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചോക്ലേറ്റ്. ശാരദേ, 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 നീ എവിടെ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ നന്ദേട്ടാ, ഞാൻ പശുവിന് തീറ്റ കൊടുക്കുകയായിരുന്നു. ശാരദേ, ലോട്ടറി ടിക്കറ്റ് വേഗം എടുത്തേ. നന്ദേട്ടന് കുടിക്കാൻ എന്ത്, കാപ്പിയോ ചായയോ? നീ ലോട്ടറി ടിക്കറ്റ് വേഗം എടുത്തേ, എനിക്ക് ഓഫീസിൽ പോകണ്ടേ. കുട്ടികളെ വെറുതെ നിന്ന് കളിക്കാതെ അകത്ത് പോയിരുന്ന് പഠിക്കേ. ശാരദേ, ടിക്കറ്റ് വേഗം എടുക്ക്. ഞാൻ ചായ എടുക്കാം. നന്ദേട്ടാ, ചായ. ലോട്ടറി ടിക്കറ്റ് എവിടെയാ ശാരദേ? ഏട്ടാ, അത് കാണുന്നില്ല. ദൈവമേ, ഞാൻ അവരോട് ഇനി എന്തു പറയും? നീ എല്ലായിടത്തും നോക്കിയോ ശാരദേ? ഞാൻ താലിമാലയുടെ കൂടെ വെച്ചിരുന്നതാ, കാണുന്നില്ല. ഞാൻ എല്ലായിടവും നോക്കി. എന്റെ ദൈവമേ. ഫോണ് നീ എന്തിനാ എടുത്തത്? ഞങ്ങളെ പറ്റിച്ച് മുങ്ങിയടക്കല്ലേ? നീ പോയേ. എന്റെ ദൈവമേ, നാശം. നന്ദേട്ടാ, നീ കടന്നു പോയേ, നിന്നെ എനിക്ക് കാണണ്ട. ഞാൻ അവരോട് ഇനി എന്ത് പറയും? നന്ദേട്ടാ, നന്ദേട്ടാ, ഇതങ്ങ് കാണുന്നില്ലല്ലോ. നന്ദേട്ടാ, 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 അയ്യോ നന്ദേട്ടാ, 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 എന്ത് പറ്റി നന്ദേട്ടാ? എഴുന്നേക്ക് നന്ദേട്ടാ, നന്ദേട്ടാ, മക്കളെ, 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 ഓടിവാ മക്കളെ. നന്ദാ, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. നിനക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചോണ്ടല്ല പറഞ്ഞത്. മരണം ഒന്നിനൊരു പരിഹാരമല്ല നന്ദ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ നന്ദ, ഇന്നലത്തേക്കാളും ഓക്കെ അല്ലേ? ഡോക്ടറെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ ഭേദമായിട്ടുണ്ട്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോ BP ഒക്കെ നോർമലാണ്. സിസ്റ്ററെ, BP നോക്കിയിരുന്നോ? നോക്കിയിരുന്നു അല്ലേ? രാവിലെ ഒരു ഡോസ് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു, വൈകിട്ടും അതന്നെ കൊടുത്തിരുന്നു. ഇപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവരുമ്പോ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇപ്പൊ മരുന്നും ഇഞ്ചക്ഷനൊക്കെ പ്രതികരിക്കുന്നുണ്ട്.
ആ 2 ദിവസം നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ അമ്മയാണല്ലേ, വിഷമിക്കാനൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. ആ. ശരി, താങ്ക് യു. മോളെ ശാരദേ, 2-3 ദിവസമായി എന്റെ മരുന്ന് തീർന്നിട്ട്. അമ്മേ 2-3 ദിവസം മുന്നേ അല്ലേ അമ്മേ മരുന്ന് വാങ്ങിച്ചത്? അതിന് മുന്നേ മരുന്ന് കഴിഞ്ഞോ? അമ്മയുടെ മോനല്ലേ അമ്മേ ഈ കിടക്കണത്? അമ്മയ്ക്ക് എപ്പോഴും മരുന്ന് എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. മരുന്നും വേണ്ട, നിന്റെ ഒരു കുന്തവും വേണ്ട. എന്താ അമ്മ ഈ കാണിക്കുന്നത്? ഇങ്ങനെ കീറിക്കളഞ്ഞ് വൃത്തിയേടാക്കേണ്ടത് നിങ്ങളുടെ വീടല്ല. ക്ഷമിക്കണേ സിസ്റ്റർ, ഞാൻ വൃത്തിയാക്കി തരാം. ഓ ദൈവമേ, നന്ദേട്ടാ ഈ ലോട്ടറി കിട്ടി. കിട്ടിയടാ നമ്മുടെ ലോട്ടറി. നമ്മുടെ ലോട്ടറി കിട്ടിയടാ. അമ്മേ, അയ്യോ നിങ്ങളെന്താ ചെയ്യുന്നത്? നന്ദേട്ടാ, ഒന്ന് ചെയ്യട്ടെ നന്ദേട്ടാ. നന്ദേട്ടാ, അരുതേ. നന്ദേട്ടാ, അന്ത വിടൂ. നന്ദേട്ടാ. അന്ത നന്ദ, എത്ര വലിയ ഭാഗ്യം അമ്മ തട്ടി കളഞ്ഞാലും നീ അമ്മയോട് ക്ഷമ ചോദിച്ചാൽ മതിയാവൂ. മാതാപിതാക്കളെ ശപിച്ചാലേ തീരാവുന്നുള്ളൂ നമ്മുടെ സ്വത്തും സമാധാനവും. അമ്മേ, എന്നോട് ക്ഷമിക്കൂ അമ്മേ. പോട്ടെ മോനെ, നീ വിഷമിക്കണ്ട, എണീക്ക്. പോട്ടെ മോനെ, പോട്ടെ, വിഷമിക്കണ്ട. അമ്മേ